നമസ്കാരം. 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മകം നക്ഷത്രക്കാർക്ക് 2026 ശനി 8-ലാണ്, വ്യാഴം 12-ലും, അതിനുശേഷം മാറി മാറി ഗോചരം ചെയ്യുന്ന 11-ലും 12-ലും ഒക്കെ മാറി മാറി ഗോചരം ചെയ്യുന്ന ഒരു വർഷമാണ് ഈ മകം നക്ഷത്രക്കാർക്ക് 2026 എന്ന് പറയുന്ന ഈ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള 2026 വർഷം. ജീവിതത്തിലും ബിസിനസ്സിലും ഒക്കെ ധാരാളം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. പുതിയ കർമ്മരംഗങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും. വിദേശത്ത് ജോലിക്കാണെങ്കിലും അല്ലാതെ വിദേശത്ത് മക്കളുടെ അടുത്ത് പോകാനൊക്കെ ആണെങ്കിലും അതിന് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പുതിയ ബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും പഴയ ബന്ധങ്ങളും ഒക്കെ വീണ്ടും തട്ടിപ്പടഞ്ഞെഴുന്നേറ്റ് നിങ്ങൾക്ക് പുതിയൊരു കർമ്മരംഗം ഉണർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ചെറുതാണെങ്കിലും പല അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നതാണ്. വർഷത്തിൻ്റെ ഒരു പകുതി എന്നോണം, അതായത് 2026 വർഷത്തിൻ്റെ പകുതിയിൽ ധാരാളം സാമ്പത്തികമായിട്ട് ചെലവുകളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. എങ്കിലും അതെല്ലാം ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നതാണ്. 8-ലെ ശനി നിങ്ങൾക്ക് രോഗദുരിതങ്ങളും ശാരീരിക അലസതകളും ഒക്കെ ധാരാളം അലച്ചിലുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വർഷമാണ്. വിദേശ യാത്രയോടൊപ്പം തന്നെ അവിടെ തന്നെ നിങ്ങൾക്ക് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ച് പുതിയ ഒരു കർമ്മരംഗം കണ്ടുപിടിക്കാനൊക്കെ സാധിക്കുന്നതാണ്. പുതിയ രംഗത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ഈ ഒരു വർഷം സാധ്യമാകുന്നു. ദീർഘകാലമായിട്ടുള്ള പല പദ്ധതികളും നിങ്ങൾക്ക് ആവിഷ്കരിക്കാനും ആ പദ്ധതികൾ കൊണ്ട് നിങ്ങൾക്ക് ദീർഘകാലത്തേക്കുള്ള ഒരു സാമ്പത്തിക നയം ആവിഷ്കരിക്കുക, അതായത് കുറേ കാലമായിട്ട് നിങ്ങൾ കണ്ടെത്തിയിട്ടിരുന്ന അത് തുടങ്ങാൻ സാധിക്കാതിരുന്ന സംഗതി തുടങ്ങാൻ സാധിക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ആദായമൊക്കെ അപ്പോൾ ദീർഘകാലമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു പരിപാടി നിങ്ങൾക്ക് ആവിഷ്കരിക്കാനായിട്ട് സാധിക്കും. ലോങ് ടൈം ഗോൾസ് പോലെ അതിൽ നിന്ന് നിങ്ങൾക്ക് ദീർഘകാലമായിട്ട് കുറേ കാലം കഴിഞ്ഞാലും അതിൽ നിന്ന് റിട്ടേൺസ് വരും. ഇപ്പം നിങ്ങൾ എന്തിലെങ്കിലും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുന്നതാണ്. വിജയത്തിലേക്കുള്ള ഒരു പരിശ്രമം എന്നതുപോലെ തന്നെ പല പ്രവർത്തികളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് മകം നക്ഷത്രക്കാർക്ക് 2026 എന്ന് പറയുന്നത്. വ്യക്തി ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും കർമ്മരംഗത്താണെങ്കിലും ഒക്കെ ഒരു ഉണർവ് പൊതുവെ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. പുതിയ രംഗത്തെ പല വിപുലീകരണങ്ങളും നിങ്ങൾക്ക് ഈ വർഷം സാധ്യമാകുന്നതാണ്. വിലയേറിയ പല ബന്ധങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു വർഷമാണ്. പുതിയ ബന്ധങ്ങളെന്ന് പറയുമ്പോൾ സൗഹൃദങ്ങളാവാം, മിത്രങ്ങളാവാം, പലതരത്തിലുള്ള ബന്ധുക്കളാകാം. എവിടെ നിന്നാണെങ്കിലും പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ഈഗോ പോലെയുള്ള ചിന്താഗതികളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പുതിയൊരു ഉണർവ് വരുത്താനായിട്ട് സാധിക്കുന്നൊരു വർഷമാണ്. കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവാനായിട്ട് നിങ്ങൾ ശനിയാഴ്ച ദിവസം മഹാദേവന് ധാര ചെയ്യുക, ജലധാര ചെയ്യുക. ജലധാര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. മഹാദേവ, എനിക്ക് ദോഷഫലങ്ങളൊക്കെ കുറച്ച് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നതിന് നന്ദി 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 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മഹാദേവന് ജലധാര ചെയ്യുന്നത് നന്നായിരിക്കും. ഒപ്പം തന്നെ കൂവളമാല അർച്ചന, പിൻവിളക്ക്, നെയ്യെടുത്തിട്ട് നെയ്വിളക്ക് പിൻവിളക്കായിട്ട് മഹാദേവന് സമർപ്പിക്കുന്നതും, മഹാദേവ ക്ഷേത്ര ദർശനം, വെറുതെ ഇരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു മഹാദേവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ശിവങ്കൽ പോയിട്ട് കയ്യിലുള്ള വഴിപാടുകൾ, യഥാവിധി വഴിപാടുകൾ ചെയ്യുന്നത് നിങ്ങളുടെ ഈ പറയുന്ന ദോഷഫലങ്ങൾ കുറയ്ക്കാനും കുറേയേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരാനൊക്കെ സാധിക്കും. അതോടൊപ്പം തന്നെ കൃഷ്ണഭക്തരാണെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസം കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതൊക്കെ നന്നായിരിക്കും.